പാട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് മലയാളം അല്ലെങ്കിൽ മലയാളം സിനിമയിലെ ഒരുപാട് നല്ല പാട്ടുകളൊക്കെ ഉണ്ടല്ലോ നമുക്ക്. ഗായകന്മാരും ഉണ്ട്. അതിലൊരു ഗായകനെ ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടിക്ക്. ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ആ ഗായകനൊപ്പം ഒരു ഡ്യുവറ്റ് പാടുക എന്നുള്ളതാണ്. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം അത് സാധിച്ചു. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ആരാണ് ആ ഗായകൻ, എവിടെ വെച്ച് ആ ഡുവറ്റ് പാടി, എങ്ങനെ പാടി എന്നൊക്കെ. പക്ഷേ ഇവര് തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ല, പരിചയമില്ല, ഒന്നുമില്ല കേട്ടോ. അപ്പൊ എങ്ങനെ പാടി എന്നുള്ളൊരു സംശയം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ പോകുന്നു. അപ്പൊ നമുക്കത് കാണാം. ഓക്കെ ഓക്കെ. എന്തു പരിഭവം ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യരായോടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴ കണ്ണനോടുമേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ആ ഗായകൻ ആരാണ്? എം ജി സർ ഒന്ന് വരണം സർ പ്ലീസ്. എം ജി സർ, ഇപ്പൊ ആ വീഡിയോ കണ്ടല്ലോ, ഇതിപ്പോ ഭയങ്കര വൈറലാണ്. ആ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സാറിനെ ഒന്ന് കാണണം, സാറിന്റെ കൂടെ ഒരു ഡ്യുവറ്റ് എപ്പോഴെങ്കിലും. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരുപാട് ചാൻസസ് കൊടുക്കാറില്ല ഈ ഷോസിനൊക്കെ പോകുമ്പോൾ. അങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു ആൾക്ക്. അങ്ങനെ ഏറ്റുമാനൂർ ഒരു സാർ പ്രോഗ്രാമിന് വരുന്നു എന്ന് പറഞ്ഞപ്പോ ആ ഒരു അവസരം വന്നപ്പോ ആ കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയി അവിടെ വന്നു. അപ്പൊ എന്തായാലും അടുത്ത് നിന്ന് പാടാൻ പറ്റില്ല, പക്ഷെ ആള് വീഡിയോ എടുത്തിട്ട് ഡ്യുവറ്റ് പാടിയാലോ എന്ന് ചോദിച്ചിട്ട് ദൂരെ എവിടെയോ നിന്നിട്ടാണ് സാറിന്റെ കൂടെ ആ ഡ്യുവറ്റ് ആള് പാടിയേക്കുന്നത്. ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ പാടി. സാർ ആ കുട്ടിയുടെ പേര് ആതിര എന്നാണ്. ആതിര. അപ്പൊ നമുക്ക് ആതിരനെ വെൽക്കം ചെയ്യാം. ഓക്കെ, ഒരുപാട് സ്നേഹത്തോടെ ആതിരനെ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ വേദിയിലേക്ക് എം ജി സാറിനെ കാണാൻ നമ്മളെ സ്വാഗതം ചെയ്യാണ്. ഹലോ, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിക്കാട്ടാ. നമ്മളൊന്ന് കംഫർട്ട് ആക്കണം, നമ്മുടെ സ്പേസ് ആണ് ഇത്. ആതിര, എന്തോ നോക്കിക്കോ, സാറിനെ കണ്ടോ? ദൂരെ നിന്നല്ലേ കണ്ടത്? സന്തോഷം. എന്തെങ്കിലുമൊക്കെ ചോദിക്കേ. സത്യം പറഞ്ഞ ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെന്റും ഒക്കെ കാരണം വേർഡ്സ് കിട്ടുന്നില്ല. ആക്ച്വലി എവിടെയാണ്? ഏറ്റുമാനൂർ പുന്നത്രയാണ് കറക്റ്റ് പ്ലേസ്. ഏറ്റുമാനൂരാണ്. എന്തായാലും ഏറ്റുമാനൂരപ്പൻ ഉഗ്രമൂർത്തിയാണ്. ആ ഏറ്റുമാനൂരപ്പന്റെ മുമ്പിൽ പാടാൻ കിട്ടിയത് എന്റെ ജന്മ പുണ്യമായിട്ട് ഞാൻ കരുതുന്നു. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ആതിരയും ഞാനിപ്പോ കണ്ടു. ആതിര നന്നായിട്ട് പാടി, അസലായിട്ട് പാടി. ഞാൻ ആ പെട്ടെന്ന് നോക്കിയാൽ തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാൻ ഓടി വന്ന് അവിടൊക്കെ നല്ല കൃത്യമായിട്ട് അണ്ണന്റെ ശബ്ദം കേൾക്കുന്നതുമില്ല. ആതിര എവിടെ ഇരുന്നത്? ഞങ്ങള് അമ്പലത്തിന്റെ ഫ്രണ്ടില് നടയില്ലേ, നടയിൽ സാറിന്റെ തൊട്ടടുത്ത് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം കുറെ നേരം വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ക്രൗഡ് ഭയങ്കരമായിട്ട് കൂടി. അടുത്ത് നിൽക്കാനേ പറ്റുന്നില്ല, നമ്മളെ തള്ളി തള്ളി മാറ്റാം. അപ്പൊ എനിക്ക് പാട്ട് കേൾക്കാനേ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് സങ്കടമായി. അപ്പൊ ഞങ്ങൾ ഓർത്ത് സമാധാനമായിട്ട് വെളിയിൽ പോയിരുന്നിട്ട് കേൾക്കാം. അങ്ങനെ നടയിലിരുന്ന് കേൾക്കുമ്പോ ആ കൂടെ പാടിക്കൊണ്ടിരുന്നു. അപ്പൊ വെറുതെ എടുത്ത വീഡിയോയാ അത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഏറ്റുമാനൂരപ്പന്റെ ഒരു അല്ലേ ഭയങ്കര അനുഗ്രഹം, മനസ്സിന്റെ ആഗ്രഹം. എന്തായാലും ആതിര വരവായി. ഇങ്ങനെയും ഡിവറ്റ് പാടാം. അപ്പൊ എന്തായാലും ഇപ്പൊ ഇത്ര അടുത്ത് കിട്ടിയ സ്ഥിതിക്ക് ഒരുമിച്ച് നിന്നൊരു ഡിവറ്റ് പാടണം എന്ന് ആഗ്രഹം ഉണ്ടാവല്ലോ. ഇവരുടെ പാട്ട് കേൾക്കാൻ. അതെ അതെ, സാറിനെ കാണാൻ വന്ന കൂട്ടത്തിൽ ഇതാ മഞ്ജരി ചേച്ചിനെയും ശരത് സാറിനെയും ഷാനിക്കനെയും എല്ലാരെയും കാണാൻ പറ്റിയില്ലേ? പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ കുറെ ആൾക്കാരുടെ ഒരു സ്വപ്നമാണ് ഇതുപോലെ ഒരു വേദി
വേദിയിൽ വന്ന് നിൽക്കുക, നിങ്ങളെ എല്ലാവരെയും പ്രത്യേകിച്ച് പാട്ടുകാരായിട്ടുള്ളവർക്ക് കുറച്ചുകൂടി ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അവരുടെ ഒരു വലിയ ആഗ്രഹമാണ് ഇത്രയും വലിയ എന്താ പറയാ മഹത് വ്യക്തികളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുക എന്നുള്ളത്. എസ്പെഷ്യലി ശരത് സാറൊക്കെ നമ്മൾ ചെറുപ്പം തൊട്ട് എൻ്റെ കുഞ്ഞിലെ തൊട്ട് ഞാൻ കാണുന്ന ആരാധിക്കുന്ന ഒരാളാണ്. പിന്നെ മഞ്ജരി ചേച്ചി ആസ് യൂഷ്വൽ, ഞാൻ ചേച്ചിയുടെ എല്ലാ പാട്ടിനും ഭയങ്കര വലിയ ഫാനാണ്. പിന്നെ ഷാനൊക്കെ നമ്മുടെ തട്ടത്തിമറയത്ത് അത് ഓൾ ടൈം പ്ലേലിസ്റ്റിലുള്ള സോങ്സ് ആണ്. അപ്പോൾ ഇങ്ങനൊരു വേദിയിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുന്നത് ഏറ്റുമാനൂരപ്പന്റെ ഭാഗ്യം. അതെനിക്ക് തന്നൊരു ഭാഗ്യമാണത്. സ്വപ്നം പോലും കാണാത്തൊരു കാര്യമായിരുന്നു. ഇങ്ങനെ ഒരു വേദിയിൽ ഇവിടെ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ആ ഒരു വീഡിയോ ഇടുമ്പോ. പക്ഷെ ഇങ്ങോട്ടേക്ക് വിളിച്ചു, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. വിളിച്ചപ്പോ തൊട്ടേ ആള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു ആഗ്രഹം സാധിക്കാൻ പോവാണ്. ഓക്കെ, ദൂരെ നിന്ന് പാടിയ ഡ്യുവറ്റ് ഇപ്പൊ അടുത്ത് നിന്ന് പാടാൻ പോവാണ് എം ജി സാറിന്റെ കൂടെ. സാർ റെഡി? അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ കോപകന്യയായോടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. കൈവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. അതിന് നന്നായിട്ട് പാടുന്നുണ്ട്. അസലായിട്ട് പാടി കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഗോഡ് ബ്ലെസ്. സൂപ്പറായിട്ട് പാടി. ഹാപ്പി ആയോ? ഒരുപാട് ഹാപ്പി. താങ്ക് യു ആതിര. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ഏറ്റുമാനൂരുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി, നന്ദി, നന്ദി. താങ്ക് യു സാർ. താങ്ക് യു ആതിര. Superstar.